വിദ്വേഷത്തിന്റെ വിപണിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, അതിന് നരേന്ദ്രമോദി എന്ന് മറുപടി കൊടുത്തേ? ഇന്നലെ ലോക്സഭയിൽ നടന്ന 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ കട അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും തന്റെ സർക്കാർ 400 സീറ്റ് ഭൂരിപക്ഷത്തോടെ 3ാം തവണ അധികാരത്തിലേറാൻ 100-120 ദിവസങ്ങളെ ശേഷിക്കുന്നുള്ളൂ എന്നും മോദി പറഞ്ഞു. കേന്ദ്രത്തിന്റെ 3ാം ടേബിളിൽ പല സുപ്രധാന തീരുമാനങ്ങളും ഉണ്ടാകും. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നുള്ള കാര്യമൊക്കെ ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്നാണ് മോദി പറഞ്ഞത്. 1000 വർഷത്തേക്ക് ഭാരതത്തിന്റെ അടിത്തറയാകുന്ന സുപ്രധാന തീരുമാനങ്ങളായിരിക്കും അധികാര തുടർച്ച കിട്ടിയാൽ എടുക്കുകയെന്ന് മോദി പറയുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ NDA 400 സീറ്റ് കടക്കും, അതിൽ 370 സീറ്റും BJPയുടെ ആയിരിക്കുമെന്നും മോദി പറഞ്ഞു. മാത്രമല്ല, കോൺഗ്രസിനും പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് മോദി ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരേ ഉൽപ്പന്നം വീണ്ടും വീണ്ടും പുറത്തിറക്കാനുള്ള ശ്രമങ്ങളിൽ കോൺഗ്രസിന്റെ കട അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി. ഇന്ത്യക്കാരും അടിയന്മാരും മന്ദഗതിക്കാരുമാണെന്ന് നെഹ്റു കരുതി. രാജ്യത്തിന്റെ ശക്തിയിൽ നെഹ്റു വിശ്വസിച്ചില്ല. ഒരു കുടുംബത്തിൽ മാത്രം കോൺഗ്രസ് കുടുങ്ങിയിരിക്കുകയാണ്. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങളുടെ നേട്ടങ്ങളോ അഭിലാഷങ്ങളോ ഒന്നും അവർ കാണുന്നില്ല. അവർ അതൊന്നും കാണാൻ തയ്യാറാകുന്നില്ല എന്നാണ് മോദി പറഞ്ഞത്. കോൺഗ്രസിനെതിരെയും ജവഹർലാൽ നെഹ്റുവിനെതിരെയും പേര് പറഞ്ഞില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്കുമെതിരെയാണ് ഈ രാഷ്ട്രീയ പ്രസംഗത്തിൽ മോദി ആഞ്ഞടിച്ചിരിക്കുന്നത്. ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും പ്രതിപക്ഷങ്ങളെടുത്ത പ്രമേയത്തെ അഭിനന്ദിക്കുന്നു. അവരുടെ പ്രസംഗത്തിലെ ഓരോ വാക്കും ഇന്ത്യയും രാജ്യത്തിന്റെയും വിശ്വാസം ഉറപ്പിച്ചെന്നും മോദി പറഞ്ഞു. പതിറ്റാണ്ടുകളോളം ഭരണത്തിലിരിക്കുന്നത് പോലെ പതിറ്റാണ്ടുകളോളം പ്രതിപക്ഷത്തിരിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം ജനം ആശീർവദിക്കും. പ്രതിപക്ഷത്തെ പലർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യം പോലും നഷ്ടമായിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്.